Our next destination is കർണാടകയിലെ ബീജാപൂരിൽ ഉയർന്നു നിൽക്കുന്ന അത്ഭുതം ഗോൾ ഗുംബസ്. ഗോൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ, വൃത്താകൃതി എന്നൊക്കെയാണ് അർത്ഥം. ഗുംബസ് എന്ന് പറഞ്ഞാൽ ടോംബ്, ശവകുടീരം എന്നും അർത്ഥമാക്കുന്നു. സുൽത്താൻ മുഹമ്മദ് ആദിൽ ഷായുടെ ടോംബാണ് ഗോൾ ഗുംബസ്. സുലൈമാൻ മഹാന്റെ കാലത്തെ ശില്പകലയും ഇന്ത്യൻ ഇസ്ലാമിക് ശൈലിയും ചേർന്ന മഹത്തായ സൃഷ്ടിയാണ് ഗോൾ ഗുംബസ്. ഗോൾ ഗുംബസിന്റെ ഗുംബസ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ഡോമുകളിൽ ഒന്നാണ്. അതായത് ഒന്നും തൂണുകളോ ഇരുമ്പ് പിന്തുണകളോ ഇല്ലാതെ പണിതത്. ഇത് 17ാം നൂറ്റാണ്ടിലാണ് പണിതത്. എങ്കിലും ഗോൾ ഗുംബസിന്റെ ഹൃദയം പോലെ പറയുന്നത് അതിന്റെ വിസ്പറിംഗ് ഗാലറിയാണ്. ഗാലറിയുടെ ഒരു വശത്ത് ചെറുതായി പറഞ്ഞ വാക്കുകൾ പോലും മറ്റേ വശത്ത് വ്യക്തമായി കേൾക്കും. അതിനാൽ തന്നെ ഇന്നും വിനോദസഞ്ചാരികൾ അത്ഭുതത്തോടെ ഇവിടെ സമയം ചിലവിടുന്നു. ഇത് വെറും ശവകുടീരം മാത്രമല്ല, മുഗൾ കാലത്തെ ശക്തിയും കലാപാരമ്പര്യവും സംഗീതത്തിന്റെ മാധുര്യവും ഒറ്റ കുടക്കീഴിൽ ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. ചരിത്രവും ശില്പകലയും സ്നേഹിക്കുന്നവർക്ക് ഗോൾ ഗുംബസ് ഒരു അനുഭവമാണ്. പുസ്തകങ്ങളിൽ വായിക്കേണ്ടതല്ല, കണ്ണാൽ കാണേണ്ടത്, കാതാൽ കേൾക്കേണ്ടതാണ് ഗോൾ ഗുംബസ്. അങ്ങനെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനിടയിലാണ് നിഫാൽ തങ്ങളുടെ മേൽ പ്രാവ് ആകർഷനായത്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പള്ളിയിൽ വെച്ച് ഉസ്താദുമാരും കുട്ടികളും നിസ്കരിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും തുടരുകയാണ്.